ഇഫ്താർ ചടങ്ങിന് കുടിയന്മാരെ ക്ഷണിച്ചു വരുത്തി പരിപാടിയുടെ പവിത്രത നശിപ്പിച്ച വിജയ്ക്കെതിരെ സുന്നി മുസ്ലിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മൗലാന പറഞ്ഞു. മൂഞ്ചിയല്ലോ നാഥ. ഓൾ ഇന്ത്യ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഇവന്റെ തന്തയുടെ വകയാണെന്നുള്ള രീതിയിൽ ഇവൻ പല കമന്റുകളും അടിച്ചിട്ട് ഈ നാട്ടിലെ ഇതൊന്നും അറിയാത്ത സാധാരണ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്ക് എതിരെ തിരുത്തണം. സത്യത്തിൽ മൂഞ്ചിയത് കാമിയെ നീയല്ലേ? 2 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു കടലാസ് സംഘടന ഇതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ ഫൗണ്ടറും അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും പ്രസിഡന്റാണ് നമ്മുടെ ഷഹാബുദ്ദീൻ റസ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആട്ടുംതാടി ഇട്ട ചെന്നായി. നമ്മുടെ ആരിഫ് ഹുസൈൻ ഇല്ലേ, നമ്മുടെ എച്ചിൽ മുസ്ലിം, ആ പഹയനൊക്കെ ഒരു വീഡിയോ ഇടണമെങ്കിലേ ആദ്യം സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവന്മാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ അവന്മാർ പറഞ്ഞതിൽ കൗണ്ടർ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് വീഡിയോ ഇടണം. ഇത്ര ബുദ്ധിമുട്ടല്ലേ? പക്ഷെ നമ്മുടെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു വീഡിയോ ചെയ്യണ്ടല്ലോ, സ്ക്രിപ്റ്റ് വേണ്ട, ആരുണ്ടെങ്കിലും ഒന്ന് വിളിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ നമ്മുടെ എച്ചിലുകളിൽ തന്നെ ചില വീഡിയോസ് എടുത്തിട്ട് വെറുതെ റിയാക്ട് ചെയ്താൽ മതി. അതിനേക്കാൾ വലിയ കോമഡി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത് അല്ലേ? നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് അതിനേക്കാൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കോമഡികളാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇന്ന് നമ്മുടെ കാമിക്കുട്ടി ഒരു വീഡിയോ ഇട്ട്, ആ വീഡിയോൻ്റെ തംബ്നെയിൽ ഇതായിരുന്നു. അതായത് വിജയുടെ നിസ്കാര നാടകവും നോമ്പു തുറയും ഇനി കോടതിയും ജയിലും, വിജയ്ക്ക് പണി കിട്ടി, മൂഞ്ചിയല്ലോ വിജയിയെ. ഇതായിരുന്നു നമ്മുടെ കാമിക്കുട്ടിയുടെ വീഡിയോ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആരിഫ് എച്ചിൽ സംസാരിക്കുന്നതൊക്കെ നന്നായിട്ട്, ഒരാളെ ഊക്കുന്നതിനൊക്കെ നന്നായിട്ട് നമുക്കിന്ന് നമ്മുടെ ഈ കാമിക്കുട്ടിനായിട്ട് ഊക്കാം. നമ്മുടെ ഈ എച്ചിൽ മുസ്ലിം ആയിട്ടുള്ള കാമിക്കുട്ടിനെ നമുക്കിന്ന് ഊക്കാം. അപ്പോൾ ആ ഊക്ക് എല്ലാവരും റെഡി ആയിട്ടിരുന്നോ, പിടിച്ചിരുന്നോ. കുറേ ചിരിക്കാനുണ്ട്, കുറേ കോമഡികളുണ്ട്. ഏതായാലും അതിലോട്ട് കയറി നമ്മൾ. നടനും TVK പാർട്ടി അധ്യക്ഷനുമായിട്ടുള്ള വിജയ്ക്കെതിരെ മതവിധി പുറത്തു വന്നിട്ടുണ്ട്. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് അധ്യക്ഷനായ മൗലാന ഷഹാബുദ്ദീൻ റസ്വിയാണ് മതവിധി അഥവാ ഫത്വ എന്നാണ് അറബി പറയുക പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, മൗലാന ഷഹാബുദ്ദീൻ എന്താണ് ഫിക്രി ഏതോ ഒരുത്തനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫോട്ടോ ഒക്കെ, ഒരു ആട്ടുംതാടി വെച്ചിട്ടുള്ള ഒരു മലരൻ. അപ്പം ഈ പറഞ്ഞ മലരൻ അഖിലേന്ത്യ എന്താണ് സുന്നി ജമാഅത്തിൻ്റെ പ്രസിഡന്റോ എന്തോ, ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റാണോ ഈ പറഞ്ഞവൻ. കേട്ടപ്പോൾ നമ്മളങ്ങോട്ട് ഞെട്ടു. തമ്പുരാനെ, മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം കൊടുത്ത ഈ താടി, അതായത് ഈ ആട്ടുംതാടി വെച്ചിട്ടുള്ള മലരൻ ഏതാണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക. നമ്മളാരും ഇത്രയും കാലം വരെ കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് 1-2 എന്താ പറയുക വൃത്തികെട്ട കമൻറ്റുകൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചില നമ്മുടെ മോദിയുടെയും അതുപോലെ യോഗിയുടെയും അണ്ടി താങ്കി നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇവ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ മുസ്ത്രി കുത്രി എന്തോ അറിയില്ല അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ജാമ്യം ഒന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ അഖിലേന്ത്യ ഈ ആട് ബോറൻ്റെ ചില കാര്യങ്ങളാണ്. അതിലോട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇനി പ്രധാനമായും 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വിജയ്ക്കെതിരെ ഏറ്റവും പുതിയ നടപടി. നടന്റെ സിനിമകളിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് എന്നതാണ് ഒരു കാരണം. ഒരു ഇഫ്താർ വിരുന്നിന് പങ്കെടുത്തപ്പോൾ നമസ്കരിക്കാനൊന്ന് കൈകെട്ടി നിന്ന് കുനിയെ നൂരേൻ ചെയ്തപ്പോൾ ഒരിക്കലും വിജയ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ രൂപത്തിൽ ഒരു പണി തന്നെ തേടി വരുന്നത്. വിജയ് നടത്തിയ നോമ്പുതുറ പാർട്ടിയിൽ കുടിയന്മാരുണ്ടായിരുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം. ഇങ്ങനെ 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംഘടനയുടെ ഏറ്റവും പുതിയ നടപടി. ചഷ്മി ദരുൾ ഇഫ്തയുടെ പ്രധാന മുഫ്തി കൂടിയാണ് ഈ മതവിധി പുറപ്പെടുവിച്ച ഷഹാബുദ്ദീൻ റസ്വി. ഇഫ്താർ ചടങ്ങിൽ മദ്യപാനികളെയും ചൂതാട്ടക്കാരെയും സൽക്കരിക്കുന്നത് തെറ്റാണ് എന്നും ഇസ്ലാമിൽ. അപ്പം ഇതാണ് കാര്യം. വിജയ് ചെയ്ത 2 തെറ്റുകൾ ഇതൊക്കെയാണ്. വിജയുടെ ബീസ്റ്റ് മൂവിയിൽ മുസ്ലിങ്ങളെ പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു. അതല്ലെങ്കിൽ ഇഫ്താറിന്, അതായത് വിജയ് നടത്തിയ ഇഫ്താർ കറക്റ്റ് അല്ല, അത് ചെയ്യാൻ അമുസ്ലിമാണ്, അതിൻ്റെ മതവിധി പ്രകാരമല്ല ഇഫ്താർ നടത്തിയത്. ഈ 2 കാരണത്താൽ വിജയ്ക്കെതിരെ ഫത്വ ഇറക്കിയിട്ടുണ്ട്, അതായത് മതവിധി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ പറഞ്ഞ മുസ്തി? നമുക്ക് നോക്കാം. മുസ്തിയാണ്, ഇവൻ്റെ പേര് ഞാൻ മറന്നുകൊണ്ടല്ലോ.
ഷഹാബുദ്ദീൻ, ഇതിൻ്റെ പേര് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറൽവി. നിങ്ങൾ കണ്ടിട്ട് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു ആട്ടുംതാടി വെച്ചിട്ടുള്ള ഏതോ ഒരു മൈനാകം മോൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള റസ്വി ആരാന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറയുമ്പം ഈ കാമ്യൊക്കെ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ സംഘിക്കുട്ടന്മാരെല്ലാവരും കൂടെ വിചാരിക്കും മുസ്ലിങ്ങളുടെ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏതോ വലിയ മൂത്ത സംഘടനയും പണ്ഡിതനാണ് വരുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ വേരെന്ന് തുടങ്ങണം. ആദ്യം നമ്മൾ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ മഹത്തായിട്ടുള്ള സംഭവം എന്താണെന്ന് ആദ്യം അറിയണം. സത്യം പറഞ്ഞാൽ 2022 തുടങ്ങിയിട്ടുള്ള ഒരു പേപ്പറിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ഫോർമേഷൻസ്. 17 സെപ്റ്റംബർ 2022, 2 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു കടലാസ് സംഘടന. ഇതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ ഫൗണ്ടറും അതിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും പ്രസിഡൻ്റാണ് നമ്മുടെ ഷഹാബുദ്ദീൻ റസ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആട്ടുംതാടിയിട്ട ചെന്നായി എന്ന് നമുക്കെന്നെ വിളിക്കാം. ഈ ചെന്നായി ആയിട്ടുള്ള ഈ പരനാറി ഈ ഒരു സംഘടന തുടങ്ങി അന്ന് മുതൽ ഇവൻ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പറയും. മുസ്ലിങ്ങളെ തെറ്റുകാരാക്കി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന രീതിയിൽ ഓൾ ഇന്ത്യ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഇവൻ്റെ തന്തയുടെ വകയാണെന്നുള്ള രീതിയിൽ ഇവൻ പല കമൻറ്റുകളും അടിച്ചിട്ട് ഈ നാട്ടിലെ ഇതൊന്നും അറിയാത്ത സാധാരണ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾക്ക് എതിരെ തിരുത്തണം. ഇവൻ കുംഭമേളയുടെ സമയത്ത് കുംഭമേള നടക്കുന്ന സ്ഥലം വഖഫ് എന്നുള്ളൊരു ഡയലോഗ് അടിച്ചിരുന്നു. എല്ലാവരും വിചാരിച്ച് മൊത്തം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സംഘികളും വിചാരിച്ച് ഈ പറഞ്ഞത് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള തീരുമാനമാണ്. 2022 തുടങ്ങിയിട്ടുള്ള ഒരു കടലാസ് സംഘടനയുടെ ഒരു വൃത്തികെട്ട ചെറ്റയായിട്ടുള്ള പ്രസിഡന്റ് മാത്രമാണ് ഈ പറഞ്ഞ പരനാറി. അതല്ലാണ്ട് മുസ്ലിങ്ങളുടെ അട്ടിപ്പേറിവന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാനാണ് ഈ ജാമിദനെ പോലത്തെ ജന്തുക്കൾ വന്നിട്ട് ഇങ്ങനത്തെ പല ചെറ്റത്തരും പറയുമ്പം ഇത് കൈയടിക്കാൻ നിൽക്കുന്ന സംഖ്യകളുണ്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അതിനുശേഷം പലവട്ടം മോദിനെയും യോഗിനെയും പൊക്കി പറയുക, അതായത് മോദിയും യോഗിയുമാണ് നമ്മുടെ ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി പെരുമാറുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ്റെ ഒരു ഹൈപ്പ് താവുന്ന സമയത്ത് ഇവൻ കുംഭമേള എടുത്തിട്ടു. ഇങ്ങനെ ആവശ്യമില്ലാത്ത പല സംഭവങ്ങളും ഇവൻ എടുത്തിട്ട് ഇവൻ ആരെ താങ്ങി നടക്കുന്നത്? മോദിയുടെയും നമ്മുടെ യോഗിയുടെയും അണ്ടി താങ്ങി നടക്കുന്ന ഒരു അണ്ണാൻ മാത്രമാണ് ഈ പറഞ്ഞ ഈ ചെറ്റ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്തിന് ഇവൻ ഈ ഒരു ഫത്വ ഇറക്കി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ ഫത്വ ഇറക്കിയ ഒന്നിനു വേണ്ടിയിട്ടുമല്ല. വിജയ് വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയായിട്ട് പോയി വിജയുടെ പാർട്ടി. അപ്പം ഇവന് ചൊറിഞ്ഞു. കാരണം ഇവൻ മറ്റവരുടെ അണ്ടിയാണല്ലോ താങ്ങുന്നത്. അപ്പം വിജയ് ഇതിനിറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ മൊത്തം വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്ന സമയത്ത് ഒന്ന് ചൊറിയണം. അതായത് സംഘപരിവാറിൻ്റെ RSSൻ്റെ BJPയുടെ ഫണ്ട് വാങ്ങി നക്കി തിന്ന ഈ ചെറ്റക്ക് അവരുടെ നിർദ്ദേശം കിട്ടി ചൊറഞ്ഞോളാൻ പറഞ്ഞിട്ട് ഇവൻ ചൊറിഞ്ഞു. ഇതാണ് ഈ പറഞ്ഞ റസ്വി എന്ന് പറഞ്ഞിട്ടുള്ള മലവാണം. അല്ലാണ്ട് ഇവൻ ഒരു മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടുള്ള ഡാഷ്മോനല്ല എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാക്കും. സംഖ്യകളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജാമിദ് എമ്മാതിരി പല സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കിൽ അടിച്ച് അവളുടെ വീട്ടിൽ അവളുടെ കൊച്ചുങ്ങക്കളുടെ അണ്ണാക്കിലൊക്കെ തള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആലോചിച്ചാൽ മതി നിങ്ങൾ. നിയമവിരുദ്ധമാണെന്നും മതനേതാവ് പറഞ്ഞു. തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിജയിയെ പോലെയുള്ളവരെ വിശ്വസിക്കരുതെന്നും മതപരിപാടികൾക്ക് ക്ഷണിക്കരുതെന്നും അവരെ അകറ്റി നിർത്തണമെന്നും മൗലാന റസ്വി ആവശ്യപ്പെട്ടു. ബീസ്റ്റ് എന്ന സിനിമയിൽ മുസ്ലിങ്ങളെ കുറ്റവാളികളായിട്ടാണ് ചിത്രീകരിച്ചത്. സിനിമ കണ്ടു, ശരി. മുസ്ലിം സമൂഹം മുഴുവനും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു സിനിമ. മുസ്ലിങ്ങളെ രാക്ഷസന്മാരായും പിശാചുക്കളായും ഇളയ ദളപതി കാണിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ വിജയിക്ക് മുസ്ലിങ്ങളെ വേണം, കാരണം വോട്ട് വേണം. അതിനായി മുസ്ലിം പ്രീണനമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നും നടനെതിരെ മൗലാന വിമർശനമുയർത്തി. ഇഫ്താർ ചടങ്ങിന് കുടിയന്മാരെ ക്ഷണിച്ചു വരുത്തി പരിപാടിയുടെ പവിത്രത നശിപ്പിച്ച വിജയ്ക്കെതിരെ സുന്നി മുസ്ലിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മൗലാന പറഞ്ഞു. മൂഞ്ചിയല്ലോ നാഥ, ആരും അത്ര പെട്ടെന്നൊന്നും സത്യത്തിൽ മൂഞ്ചിയത് കാമിയെ നീയല്ലേ? നീ ഈ കൊട്ടിഘോഷി നടക്കുന്ന ഈ റസ്വി ഒരു പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത 2 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പർ പാർട്ടിയുടെ അല്ലെങ്കിൽ പേപ്പർ സമുദായ പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമാണല്ലോ.
കാമിയെ, മൂഞ്ചിയല്ലോ കാമിയെ. ഈ ഇമ്മാതിരി മൂഞ്ചൽ വർത്താനം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംഖ്യകൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകൾ നിന്നെ വന്ന് മൂഞ്ചുമായിരിക്കും. ആ മൂഞ്ചൽ സുഖമുള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ തേരാപ്പാര നടക്കേണ്ടി വരുന്നത്. അപ്പം കാമി ഇങ്ങനെ മൂഞ്ചി നടക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ സംഖ്യകൾക്ക് വല്ല സുഖം കിട്ടും, അതോ സംഖ്യകൾ മൂഞ്ചുന്നതുകൊണ്ട് നിനക്ക് വല്ല സുഖം കിട്ടും? അറിയാത്തോണ്ട് ചോദിച്ചേട്ടോ. എന്താണെങ്കിലും വേണ്ടില്ല, മൊത്തത്തിൽ മൂഞ്ചി. അതായത് മൗലാനയുടെ ഈ പറഞ്ഞ മൗലാന ആട്ടുംതാടിയുടെ മൊത്തം ചരിത്രം ഞാൻ കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ ആട്ടുംതാടി. ഈ ആട്ടുംതാടിനെയാണ് നമ്മുടെ കാമി പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. എന്താണെങ്കിലും മൂഞ്ചൽ വിദഗ്ധ എന്ന് വേണമെങ്കിൽ നമുക്ക് കാമീനെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ കാമി ഇപ്പം സ്റ്റേറ്റ് വിട്ടിട്ട് ഇൻ്റർ സ്റ്റേറ്റ് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. വിജയ്ക്കെതിരെ അല്ലെങ്കിൽ വിജയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ച രീതിയിലോട്ടാണ് നമ്മുടെ കാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടുത്തെ ആൾക്കാരെ കിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ദിവസം ഓരോ പള്ളിയിലും അമ്പലത്തിലും ഓരോ ചർച്ചിലും കയറി മുട്ടുകുത്തിയിട്ടും കുരുത്തോല കൊടുത്തിട്ടും മറ്റേ കിരീടം വെച്ചിട്ടും നടക്കുന്നുണ്ട്. നമ്മുടെ കാമി ഇതൊന്നും കാണുന്നില്ല. ഇനി അത് കാണാൻ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും സംഖ്യക്കൂട്ടങ്ങളാണല്ലോ, അപ്പം അങ്ങനെ നടക്കട്ടെ. അപ്പം ഈ വിജയ്ക്കെതിരെ ഇത്രയും പറഞ്ഞിട്ട് വ്യൂസ് ഒന്നും ഇല്ലാന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നവരോ, ഇതിൽ വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ആരിഫിൻ്റെ കാര്യം പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ കുറേ വിഡ്ഢിത്തങ്ങൾ പറയുന്നത്, സ്വന്തം വീഡിയോ ആയിട്ട് വിഡ്ഢിത്തങ്ങൾ ചെയ്യുന്ന ഇവൾമാരുടെ വീഡിയോ ഓരോ ദിവസം എടുത്ത് ഇട്ടാൽ മതി നമുക്ക് പ്രതികരിക്കാൻ. നമുക്ക് ആരും വിളിക്കുകയെങ്കിലും അല്ല കോയമാരോ അല്ലെങ്കിൽ സംഖ്യകളോ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഓരോ സാധനം എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ വിജയ്ക്കെതിരെയാണ് നമ്മുടെ കാമിക്കുട്ടിയുടെ അവസ്ഥ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ റിസ്വി, ഈ പറഞ്ഞ ഷഹാബുദ്ദീൻ റിസ്വി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സംഘടന തുടങ്ങി? എപ്പോഴൊക്കെ ബി ജെ പിക്ക് ഒരു സംഘപരിവാർ BJP RSSന് സപ്പോർട്ട് വരുന്നു, അന്ന് മുസ്ലിങ്ങളുടെ ആളായിട്ട് വന്ന് ഇവൻ പല ഫത്വകളും അല്ലെങ്കിൽ പല പ്രഖ്യാപനങ്ങളും നടത്തും. ഇത് ഗോദി മീഡിയ അല്ലെങ്കിൽ ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി അത് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് ഈ പാവപ്പെട്ട സാധാരണ ഹിന്ദുക്കളുടെയും ബാക്കി മറ്റേ കണ്ണന്തിരിയായിട്ടുള്ള സംഘികളുടെ ഇടയിൽ ഇത് കൊണ്ടിട്ടിട്ട് അവരുടെ ഇടയിൽ മുസ്ലിങ്ങളെ പറ്റിയൊരു ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ പോലത്തെ പല ചെറ്റകളെയും നമ്മുടെ ഈ സംഘപരിവാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലുള്ള ഒരു ചെറ്റ മാത്രമാണ് നമ്മുടെ ഈ റിസ്വി. അതല്ലാണ്ട് ഇവന് 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സംഘടന കൊണ്ട് ഇവന് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്, ഇവനും ഇവൻ്റെ 4 ശിങ്കിടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വെറും കടലാസ് സംഘടനയുടെ ആളായിട്ട് ഇവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സംഘപരിവാറിൻ്റെ അണ്ടി നക്കാൻ ജീവിക്കുന്ന ഒരു പരമനാറി മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന സംഖ്യകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതല്ലാത്തവന്മാർ ഈ പറഞ്ഞ കാമിയുടെയും റിസ്വിയുടെയും ഇവരുടെയൊക്കെ സാധനം നക്കി നടന്നേക്കണം. മൊത്തം മൂഞ്ചിയല്ലോ കാമിയെ.